नमस्ते प्रिय छात्राः, रुद्र आर्ट् स्कूल् प्रति सर्वेषां सुस्वागतम्। कुड्मळं नामकं तृतीयम् एककं वयं पूर्णतया पठितवन्तः। अधुना अग्रिमम् एककं प्रसूनं प्रति गच्छामः। चतुर्थम् एककं प्रसूनम्। आमुखं मुकुलितः संस्कृतद्रुमः യഥാകാലമത്ര കുസുമിതോ ഭവതി. നമ്മൾ ഇവിടെ ഈ 9ാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളിൽ ഒരു സംസ്കൃതദ്രുമം, സംസ്കൃതമാകുന്ന മരം വളർന്നു വരുന്നതായിട്ടാണ് ഈ ഏകകങ്ങൾക്കൊക്കെ പേരിട്ടിട്ടുള്ളത് അല്ലെ. ഒന്നാമത് എന്താ പറഞ്ഞത്? ആദ്യത്തെ ഏകകത്തിന്റെ പേര് പല്ലവം എന്നായിരുന്നു. പല്ലവം എന്ന് പറഞ്ഞാൽ ഒരു ചെടി വളർന്നു വരുമ്പോൾ തളിര്. 2 പലാശമായിരുന്നു, അതിൽ ഇല വന്നു അല്ലെ. ഇല വന്നതിന് ശേഷം പിന്നെ കുഡ്മളം, മുട്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? അത് പുഷ്പാവും. അങ്ങനെ 4ാമത്തെ ഏകകം അതിന്റെ പേരാണ് പ്രസൂനം. പ്രസൂനം എന്ന് പറഞ്ഞാൽ എന്താ? പുഷ്പം എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ആ സംസ്കൃതദ്രുമം യഥാകാലം മുകുളിത സംസ്കൃതദ്രുമഃ, തളിരിട്ട ആ സംസ്കൃത വൃക്ഷം യഥാകാലം അത്ര കുസുമിതോ ഭവതി, വേണ്ട സമയത്ത് കുസുമിതഃ ഭവതി. നമ്മൾ കുറെ വൃക്ഷങ്ങളൊക്കെ വളരണമെങ്കിൽ കുറെ വളങ്ങളും അതിന് വേണ്ട സാഹചര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കണം അല്ലെ. അതുപോലെ നമ്മൾ ഈ ഏകകങ്ങളിലൂടെയൊക്കെ സംസ്കൃതത്തിന്റെ പല പല ശാഖകളെ കുറിച്ചും നമുക്ക് അറിയാൻ സാധിച്ചു ഈ പാഠങ്ങൾ പഠിച്ചതിലൂടെ. അങ്ങനെ അതിന്റെ അവസ്ഥയിലേക്ക്, അതിന്റെ വളർച്ച പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലാണ് പ്രസൂനം എന്ന ഏകകത്തിലൂടെ നമ്മൾ 2 പാഠങ്ങളും കൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സംസ്കൃതമാകുന്ന ദ്രുമം, സംസ്കൃതമാകുന്ന വൃക്ഷം യഥാകാലത്തിൽ, വേണ്ട കാലത്ത് കുസുമിതഃ ഭവതി, പുഷ്പിച്ചിരിക്കുന്നു. പ്രസൂന നാമകം ഇതമേകകം മാനവികതാ വിഷയകം ഭവതി. ഈ ഏകകത്തിൽ എന്താണ് വിഷയമായിരിക്കുന്നത്? മനുഷ്യത്വം, മാനവികത. അതാണ് ഈ ഏകകത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. സാഹിത്യ ആസ്വാദനേന വൈകാരിക ബുദ്ധേഹി വികാസോ ജായതേ. സാഹിത്യം ആസ്വദിക്കുന്നതിലൂടെ നമ്മുടെ സാഹിത്യം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വികാരബുദ്ധിയുടെ വികാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമ്മളുടെ വികാരങ്ങള് അതിനനുസരിച്ച്, സാഹിത്യം ആസ്വദിക്കുന്നതിനനുസരിച്ച് നമുക്ക് സന്തോഷമായാലും അങ്ങനെയുള്ള വികാരങ്ങൾ ഉണ്ടാവുമല്ലോ. അതേപോലെ ഓരോന്നും വിവേചിച്ച് ഓരോ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യാനുള്ള ആ ബുദ്ധിയൊക്കെ കൂടുതൽ വികസിക്കും എന്നാണ് പറയുന്നത്. വൈകാരിക തലസ്യ പ്രതിസ്പന്ദഃ ഏവ മാനവികതായാഹ ആധാരഃ. വൈകാരിക തലത്തിന്റെ, നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഓരോ വികാരങ്ങളുടെയും അതിന്റെ പ്രതിസ്പന്ദം, അതിന്റെ ഒരു പ്രതിഫലനമാണ് എന്ത്? മാനവികതയുടെ ആധാരമായിട്ട് പറയപ്പെടുന്നത്. മാനവികത, മനുഷ്യത്വം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാവണം? കാരുണ്യം ഉണ്ടാവണം. കാരുണ്യം ഉണ്ടാവണമെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ചിന്തകളൊക്കെ നമുക്ക് കിട്ടുന്നത് വായനയിലൂടെയും സാഹിത്യ സൃഷ്ടികൾ നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെയൊക്കെ നമുക്ക് അതിന്റെ വികാസം ഉണ്ടാകും എന്നിവിടെ പറയുന്നു. പ്രസൂന നാമകെ അസ്മിൻ ഏകകേ ദോ പാഠൗ സ്തഃ. പ്രസൂനം എന്നു പേരായിട്ടുള്ള ഈ ഏകകത്തില് 2 പാഠങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് നോക്കാം. പിതരൗ സംരക്ഷണീയൗ ഇതി ആശയപ്രതിപാദിക കാരുണ്യം നാമിക പടകഥ. ഒന്നാമത്തേത് പിതരൗ സംരക്ഷണീയോ. ഇന്നത്തെ കാലത്ത് പിതരൗ സംരക്ഷണീയോ എന്നുള്ള ആശയം എല്ലാ മക്കൾക്കും പറഞ്ഞു കൊടുക്കേണ്ടുന്ന ഒന്നാണ് അല്ലെ. വയസ്സായി കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കുന്ന മക്കളുടെ ഒരു കാലമാണിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ പിതരൗ സംരക്ഷണീയോ, അച്ഛനമ്മമാരെ സംരക്ഷിക്കണം എന്ന ആശയം പറയുന്ന കാരുണ്യം നാമിക പടകഥ. കാരുണ്യം എന്ന പേരായിട്ടുള്ള പടകഥ. പടകഥ എന്ന് പറഞ്ഞാൽ എന്താ? തിരക്കഥ എന്നാണ് അർത്ഥം. നമ്മുടെ സിനിമകളിലൊക്കെ തിരക്കഥാ സംവിധാനം, തിരക്കഥാ സംവിധാനം എന്നൊക്കെ എഴുതി കണ്ടിട്ടില്ലേ? അതേപോലെ ഉള്ള ഒരു തിരക്കഥ, കാരുണ്യം എന്നു പേരായിട്ടുള്ള ഒരു തിരക്കഥയും തഥാ മഹാകവേഹ കാളിദാസസ്യ അഭിജ്ഞാനശാകുന്തളം, രഘുവംശം, മേഘദൂതം ഇത്യേതാഭ്യഃ കൃതിഭ്യഃ സമാകലിതഃ
മാനവികതാ പ്രതിപാദകഃ ഏകൈകഃ ശ്ലോകശ്ച അന്തർഭാവിതഃ. എന്താണ്? മഹാകവിയായിട്ടുള്ള കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിൽ നിന്നും, രഘുവംശം എന്ന മഹാകാവ്യത്തിൽ നിന്നും, മേഘദൂതം എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്നും സമാകലിത എടുത്തിട്ടുള്ള മാനവികതാ പ്രതിപാദക, മനുഷ്യത്വത്തെ പ്രതിപാദിക്കുന്ന, മനുഷ്യത്വത്തെ കാണിച്ചു തരുന്ന ഏകൈക ശ്ലോകശ്ച, ഓരോരോ ശ്ലോകങ്ങളും അന്തർഭാവിത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഒരു പടകഥയാണ്, രണ്ടാമത്തത് നാടകം, മഹാകാവ്യം, ഖണ്ഡകാവ്യം, കാളിദാസന്റെ നാടകം, മഹാകാവ്യം, ഖണ്ഡകാവ്യം എന്നീ കൃതികളിൽ നിന്ന് എടുത്തിട്ടുള്ള മനുഷ്യത്വത്തെ കുറിക്കുന്ന ഓരോരോ ശ്ലോകങ്ങളുമാണ് നമുക്ക് 2 പാഠങ്ങളിലായിട്ട് പഠിക്കാനുള്ളത്. സകലേഷു ജീവജാലേഷു ഏകാത്മകതാം പശ്യതി ഉത്തമഃ മാനവഃ ഇതി തത്വം അവലോകയാമ. സകലേഷു ജീവജാലേഷു, എല്ലാ ജീവജാലങ്ങളിലും ഏകാത്മകതാം പശ്യതി, ഒരേ ചൈതന്യം കാണുന്നവര്, അവയെല്ലാം ഒരേ ചൈതന്യത്തോടു കൂടിയവരാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ ചൈതന്യമാണ് എന്ന് കാണുന്നവർ, അവരിലെല്ലാം ഒരേ ചൈതന്യത്തെ കാണുന്നവര് ഉത്തമഃ മാനവഃ, ഏറ്റവും ഉത്തമനായിട്ടുള്ള മനുഷ്യനാണ് എന്ന തത്വം നമുക്ക് അവലോകയാമഹ, ഈ പാഠങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം എന്നാണ് പറഞ്ഞത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നവമഃ പാഠഃ കാരുണ്യം. കാരുണ്യം എന്നാണ് പാഠത്തിന്റെ പേര്. പാഠപ്രവേശഃ കലാരൂപാണ്യധികൃത്യ ഈശജ്ഞാനമാർജിതവന്തഃ കില. കലാരൂപങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ചൊരു അറിവ് നേടിയോ? എങ്ങനെ? കഴിഞ്ഞ പാഠത്തില് നമ്മൾ കലാമണ്ഡലത്തിലേക്ക് ഒരു യാത്ര നടത്തിയല്ലേ? കഴിഞ്ഞ പാഠത്തില് ഗച്ഛാമോ വയം എന്ന് പറഞ്ഞ ആ പാഠത്തില് ഒരു യാത്ര നടത്തുകയായിരുന്നു. ആ യാത്രയിലൂടെ നമ്മൾ കലാമണ്ഡലത്തിലെ പല കലാരൂപങ്ങളെയും പരിചയപ്പെട്ടു. അങ്ങനെ കലാരൂപങ്ങളെ കുറിച്ച് ചെറിയൊരു ജ്ഞാനം, അറിവ് നമ്മൾ ആർജിച്ചു അല്ലെ? കലാസു അഭിനയസ്യ പ്രാധാന്യം വർത്തതെ. കലകളിൽ എന്തിനാണ് പ്രാധാന്യം? എല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്. അഭിനയത്തിന് ഒരു കൂടുതൽ പ്രാധാന്യമുണ്ട് കലകളിൽ എന്ന് പറയുന്നു. അസ്മാഭിഹി പരിചിതം അഭിനയ കലാരൂപം ഭവതി ചലച്ചിത്രം ഖലു. നമുക്ക് എല്ലാവർക്കും ചിരപരിചിതമായിട്ടുള്ള ഒരു അഭിനയ കലാരൂപമാണ് എന്ത്? ചലച്ചിത്രം. ചലച്ചിത്രം എന്ന് പറഞ്ഞാൽ സിനിമ അല്ലെ? സിനിമകൾ നമ്മൾ എല്ലാവരും കാണുന്നതാണ്. അവിടെ എന്തിനാണ് പ്രാധാന്യം ഉള്ളത്? അഭിനയത്തിനാണ്. ആ അഭിനയത്തിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് ആ ആശയങ്ങളെ കൺവേ ചെയ്യുന്നത് അല്ലെ? അപ്പോ ചലച്ചിത്രസ്യ നിർമ്മാണേ അത്യന്താപേക്ഷിതം ഘടകം കിമസ്തി. ശരി, ഈ സിനിമയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ സിനിമ ഉണ്ടാക്കാനായിട്ട് അത്യന്താപേക്ഷിതമായിട്ട് ഒഴിച്ചുകൂടാതെ ഇരിക്കുന്ന ഒരു ഘടകം എന്താണ്? ഒഴിച്ചുകൂടാൻ പറ്റാത്ത, സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. പടകഥാഖലു, തിരക്കഥയല്ലേ? കീദൃശീയം പടകഥേതി പശ്യാമഹ. എങ്ങനെയാണ് ഈ പടകഥ എന്നത് നമുക്കൊന്ന് ഈ പാഠത്തിലൂടെ നോക്കാം എന്നാണ് പറയുന്നത്. ആമുഖം. ആധുനിക സംസ്കൃത സാഹിത്യ വിഭാഗേഷു പ്രചുരപ്രചാരമാപ്തഃ സാഹിത്യ വിഭാഗഃ ഭവതി പടകഥാ സാഹിത്യം. ആധുനിക സംസ്കൃത സാഹിത്യ വിഭാഗങ്ങളിൽ, ഇന്നത്തെ കാലത്തുള്ള സംസ്കൃത സാഹിത്യ വിഭാഗങ്ങളിൽ വെച്ച് പ്രചുരപ്രചാരമാപ്തഃ, വളരെയധികം പ്രചാരത്തിന് എത്തിയിട്ടുള്ള സാഹിത്യ വിഭാഗമാണ് പടകഥാ സാഹിത്യം, തിരക്കഥാ സാഹിത്യം. യസ്യ കസ്യാപി കാര്യക്രമസ്യ ചലച്ചിത്രാംശസ്യ വാ സജ്ജീകരണേ പടകഥായാഹ പ്രാധാന്യമസ്തി. ഏതൊരു പരിപാടി നമ്മൾ നടത്തുകയാണെങ്കിലും, അതേപോലെ തന്നെ ചലച്ചിത്ര ഷോർട്ട് ഫിലിം പോലെയുള്ള അങ്ങനത്തെ ഉള്ള, അല്ലെങ്കിൽ റീലുകൾ പോലെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെയൊക്കെ സജ്ജീകരണേ, അതൊക്കെ എന്താണ്, നമ്മൾ തയ്യാറാക്കുമ്പോൾ പടകഥായാഹ, ഒരു സ്ക്രിപ്റ്റ് അല്ലെ? ഈ പടകഥയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നതാണ് സ്ക്രിപ്റ്റ് എന്നുള്ളത്. ഒരു സ്ക്രിപ്റ്റ് നിർബന്ധമായിട്ടും വേണം. എങ്ങനെ നമ്മൾ അത് ചെയ്യണം? ആദ്യം ഇപ്പോൾ റീൽസ് ചെയ്യുകയാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമുള്ള ഉദാഹരണം. റീൽസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എവിടെ വെച്ചിട്ട് നമ്മൾ ഏത് കാലം ആദ്യം വെക്കണം, ഏത് കൈ ആദ്യം എടുക്കണം, അങ്ങനെയൊക്കെയുള്ള ആദ്യം ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും പടകഥയ്ക്ക്
പ്രാധാന്യമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അധ്യായേസ്മിൻ, ഈ അധ്യായത്തില് ചലച്ചിത്രസ്യ നിർമ്മാണായ ലിഖിതായാഹ പടകഥായാഹ പരിചയഃ പ്രദീയത്തെ. ഈ പാഠത്തില് ഒരു ചലച്ചിത്രത്തിന് വേണ്ടി, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ലിഖിതായാഹ എഴുതപ്പെട്ടിട്ടുള്ള പടകഥായാഹ പടകഥയുടെ തിരക്കഥയുടെ പരിചയഃ പ്രദീയത്തെ, ഒരു പരിചയമാണ്, എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവുക എന്നുള്ള ഒരു പരിചയമാണ് ഈ പാഠത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ജനനി ഇതി സംസ്കൃത ഹ്രസ്വചിത്രസ്യ കതിപയ ഭാഗാനാം പടകഥ ഏവ പാഠഭാഗത്വേന സ്വീകൃത. ജനനി എന്ന പേരായിട്ടുള്ള ഒരു സംസ്കൃതം ഷോർട്ട് ഫിലിമിന്റെ കതിപയ ഭാഗാനം, ആ ഷോർട്ട് ഫിലിമിലെ കുറച്ച് സീനുകളുടെ പടകഥയാണ് പാഠഭാഗമായിട്ട് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു QR കോഡ് കാണാം. അത് ജനനി എന്ന സിനിമയുടെ, അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ജനനി എന്ന സിനിമ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പടകഥ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ദൃശ്യത്തിൽ അടങ്ങിയിട്ടുള്ള സ്ഥലം, സമയം, അതേപോലെ തന്നെ കഥാപാത്രങ്ങള്, അംഗചലനങ്ങൾ, അവരെങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പറയുന്ന ഒരു കാര്യമാണ് പടകഥ എന്ന് പറഞ്ഞാൽ. അതിൽ കുറേ സീനുകൾ ഉണ്ടാവും, സിനിമയിൽ കുറേ സീനുകൾ ഉണ്ടാവും അല്ലേ. ഈ സീനുകൾക്ക് മുമ്പെയൊക്കെ ഓരോ ഷോർട്ടായിട്ടാണ് അതെടുക്കുക, ഓരോ ഷോട്ടുകളായിട്ട് കുറച്ച് ഭാഗങ്ങളായിട്ട് എടുത്തിട്ടാണ് സീനുകളാക്കുന്നത്. ഇതിലൊക്കെയും എന്താ പറയാ, ആ ഷോട്ടുകളിലൊക്കെയും എങ്ങനെയാണ് ഈ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കണം എന്നൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഈ പടകഥ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ പാഠഭാഗം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പടകഥ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് പാഠത്തിലേക്ക് പോകാം. കഥ ഏതാവത. ഈ നോവലുകളൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടാവും, മാസികകളിലൊക്കെ വരുന്ന നോവലുകളൊക്കെ വായിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതിലൊക്കെയും എഴുതിയിട്ടുണ്ടാവും കഥ ഇതുവരെ. കഥ ഇതുവരെ എന്ന് പറഞ്ഞാൽ എന്താ? ആ നോവലുകൾ എന്ന് പറഞ്ഞാൽ തുടർന്ന് വരുന്ന, മാസികകളിലാവുമ്പോൾ ഒരു മാസം അതിൻ്റെ ആ നോവലിന്റെ കുറച്ച് ഭാഗം ഉണ്ടാവും, പിന്നെ തുടരും എന്ന് എഴുതിയിട്ടുണ്ടാവും, അടുത്ത മാസം അതിന്റെ ബാക്കി ഭാഗങ്ങൾ. അപ്പോൾ ഈ എന്താണ്, കഴിഞ്ഞ മാസത്തെ ആ ലക്കം നമുക്ക് കിട്ടിയിട്ടില്ല വെച്ചാൽ ആ കഥ എന്താന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല അല്ലെ. അപ്പൊ ആ കഥയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ ആ ലക്കത്തിലെ ഭാഗത്തേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കഥ ഏതാവത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സീനിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കഥ ഏതാവത, കഥ ഇതുവരെ. വിവേകഃ ധനികഃ യുവകഃ ഭവതി. വിവേക് എന്നൊരാളുണ്ട്, ധനികനായിട്ടുള്ള യുവാവാണ്, ധനികനായിട്ടുള്ള ഒരു യുവാവാണ് വിവേക്. തഥാപി സ്വാർത്ഥപരതയാ ബാന്ധവാൻ സർവാനപി സഹ നിവാരയതി. ധനികനാണെങ്കിലും സ്വാർത്ഥപരതയാ, പിന്നെയും സ്വാർത്ഥതയാണ്, തനിക്കെല്ലാം നേടണം, തൻ്റെ കാര്യങ്ങൾ മാത്രം പ്രധാനം എന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥത. അങ്ങനെയുള്ള സ്വാർത്ഥപരത കൊണ്ട് ബാന്ധവാൻ സർവാനപി സഹ നിവാരയതി, എല്ലാ ബന്ധുക്കളെയും എന്ത് ചെയ്തു? അദ്ദേഹം ഒഴിവാക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹം ബന്ധുക്കളെ ഒന്നും അടുപ്പിക്കാതിരുന്നു, തൻ്റെ കാര്യം മാത്രം നോക്കുക എന്നുള്ള രീതിയിൽ. കിമധികം സ്വമാതരമപി. എന്തിനധികം പറയുന്നു? സ്വന്തം അമ്മയെ പോലും അദ്ദേഹം ഉപേക്ഷിച്ചു സ്വാർത്ഥത കൊണ്ട്. കാലാന്തരേ സഹ യകൃത് രോഗബാധിത സംവൃത്ത. കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം യകൃത് രോഗബാധിത, യകൃത് എന്ന് പറഞ്ഞാൽ കരളാണ്, കരൾ രോഗം ബാധിച്ച് അദ്ദേഹം കിടപ്പിലായി. തസ്യ മിത്രം വൈദ്യഃ രജീഷഃ തസ്യ ചികിത്സാം കരോതി. വിവേകിന്റെ സുഹൃത്തായിട്ടുള്ള രജീഷാണ് തസ്യ ചികിത്സാം കരോതി, അദ്ദേഹത്തിന്റെ ചികിത്സ ചെയ്തിരുന്നത്. യകൃതഃ പരിവർത്തനമേവ ഏകഃ ഉപായഃ. ഈ കരൾ മാറ്റിവെക്കുക എന്നത് മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ എന്ന് അദ്ദേഹത്തിന്റെ വൈദ്യനായിട്ടുള്ള, ഡോക്ടറായിട്ടുള്ള രജീഷ് പറഞ്ഞു, വിവേകിനോട് പറഞ്ഞു. വിവേകസ്യ അപൂർവ രക്തഗണഃ ഇത്യസ്മാത് ഉചിത യകൃതഃ പ്രാപ്തിഃ ദുഷ്കരാ ഭവതി. എന്നാൽ
ഈ വിവേകിന്റെ ബ്ലഡ് ഗ്രൂപ്പ് വളരെ റെയർ ആയിരുന്നതുകൊണ്ട് അതിന് മാച്ച് ചെയ്യുന്ന ഒരു കരള് കിട്ടാതെ വളരെയധികം വിഷമിച്ചു. അന്തിമേ തസ്യ യകൃത് പരിവർത്തനം പ്രവൃത്തം. അങ്ങനെ അന്വേഷിച്ച് അവസാനം അദ്ദേഹത്തിന്റെ കരള് മാറ്റിവെച്ചു. തദാനിം സഹ കസ്യ കാരുണ്യേന സ്വസ്മൈ പുനർജന്മ പ്രാപ്തമിതി ജിജ്ഞാസാം പ്രകടയതി. അങ്ങനെ കരള് മാറ്റിവെച്ചതിന് ശേഷം ഇദ്ദേഹം വിവേക് സഹ കസ്യ കാരുണ്യേന, ആരുടെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് വീണ്ടും ജന്മം ലഭിച്ചത്, പുനർജന്മം എനിക്ക് ലഭിക്കാൻ ആരുടെ കാരുണ്യമാണ് ഹേതുവായത് എന്നറിയാനായിട്ട് ഒരു ജിജ്ഞാസ പ്രകടിപ്പിച്ചു. രജീഷഃ തം അപരം പ്രകോഷ്ഠം പ്രതി നയതി. ഈ ഡോക്ടറായിട്ടുള്ള രജീഷ് ഈ വിവേകിനെ അപരം പ്രകോഷ്ഠം, മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഇത്രയാണ് കഥ. അതായത് വിവേക് എന്നൊരു അതിധനികനായിട്ടുള്ള, വളരെയധികം പണക്കാരനായിട്ടുള്ള ഒരു യുവാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം സ്വാർത്ഥത കൊണ്ട് എല്ലാവരെയും, തൻ്റെ ബന്ധുമിത്രാദികളെല്ലാം ഉപേക്ഷിച്ചു. എന്തിനധികം അമ്മയെ തന്നെ അദ്ദേഹം ഉപേക്ഷിച്ചു. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് കരൾ രോഗം ബാധിച്ചു. അങ്ങനെ കരള് മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമേ ഒരു പരിഹാരമുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഡോക്ടർ രജീഷ് പറഞ്ഞു. അങ്ങനെ കരൾ അന്വേഷിച്ച് അതിന് ഡോണറിനെ അന്വേഷിച്ച് അങ്ങനെ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ റെയർ ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡോണറെ കിട്ടാൻ വളരെയധികം പ്രയാസം അനുഭവപ്പെട്ടു. എങ്കിലും അവസാനം ഒരാളെ ഡോണറെ കിട്ടി. അങ്ങനെ സർജറി എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ആരുടെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന അറിയാനുള്ള ഒരു ആഗ്രഹം രജീഷിനോട് പ്രകടിപ്പിച്ചു. രജീഷ് വിവേകിനെ മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഇതുവരെയാണ് കഥ എത്തി നിൽക്കുന്നത്. ഇനിയാണ് പടകഥ തുടങ്ങുന്നത്. ദൃശ്യം 6, സാമാന്യസ്ഥാനം. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിലാണ് നിൽക്കുന്നത്, ഒരു സർജറി ഒക്കെ കഴിഞ്ഞ ഒരാളുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പൊ സാമാന്യസ്ഥാനം എന്ന് പറയുമ്പോൾ അവിടെ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉൾഭാഗവും പുറംഭാഗവും ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം കാണിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിശേഷ സ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ നമ്മുടെ ഈ സീൻ വരുന്നത് ആ ഭാഗത്തെ ഫോക്കസ് ചെയ്യുന്നത്. ചികിത്സാലയസ്യ അപരഹ പ്രകോഷ്ഠഃ. രജീഷ് എങ്ങോട്ടാണ് വിവേകിനെ കൊണ്ടുപോയത്? രജീഷഃ തം അപരം പ്രകോഷ്ഠം പ്രതി നയതി എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ മറ്റൊരു റൂമിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതാണ് വിശേഷസ്ഥാനം. ചികിത്സാലയസ്യ അപരഹ പ്രകോഷ്ഠഃ, ഈ ഹോസ്പിറ്റലിലെ മറ്റൊരു റൂം എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. സമയഃ, ഏത് സമയത്താണ്? മധ്യാഹ്നഃ, ഉച്ച സമയമാണ്. കഥാപാത്രാണി, ഈ സീനിൽ വരേണ്ടുന്ന കഥാപാത്രങ്ങള്: വിവേക്, തസ്യ പത്നി, വിവേകിന്റെ ഭാര്യ, വിലാസിനി, രജീഷഃ, രജീഷസ്യ മാതാച, രജീഷിന്റെ അമ്മയും കൂടെയാണ്. ഇങ്ങനെ 5 കഥാപാത്രങ്ങളാണ് ഈ സീനിൽ വേണ്ടത്. നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ 2 കോളങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നില് വിവരണം, ഒന്നില് സംഭാഷണം. കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വിവരണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. സംഭാഷണം ഡയലോഗ്സ് ആണ്. അപ്പോ ഇവിടെ ചികിത്സാലയസ്യ അന്തർഭാഗ, ചികിത്സാലയത്തിന്റെ, ഹോസ്പിറ്റലിന്റെ അന്തർഭാഗം ഉള്ളിലെ വശം. രജീഷഃ പ്രകോഷ്ഠസ്യ ദ്വാരം ഉദ്ഘാട്യ പ്രവിശതി. ഡോക്ടർ രജീഷ് പ്രകോഷ്ഠസ്യ ദ്വാരം ഉദ്ഘാട്യ, ആ മുറിയുടെ ദ്വാരം ഉദ്ഘാട്യ, വാതില് തുറന്നിട്ട് പ്രവേശിക്കുന്നു. രജീഷേണ സഹ വിവേകഃ തസ്യ പത്നി ച ആഗച്ഛതഃ. രജീഷിന്റെ കൂടെ ആരൊക്കെയുണ്ട്? വിവേകും ഉണ്ട്, വിവേകിന്റെ പത്നിയും ഉണ്ട്. പത്നി വിവേകം ഗൃഹന്തി തം നയതി ച. പത്നി വിവേകിനെയും പിടിച്ചുകൊണ്ട്, സർജറി കഴിഞ്ഞിരിക്കുന്ന ഒരാളാണല്ലേ, അപ്പോൾ അദ്ദേഹത്തിനെ കെയർ ചെയ്തുകൊണ്ട് പിടിച്ചുകൊണ്ട് തം നയതി ച, അദ്ദേഹത്തിനെയും കൂട്ടി വരുന്നു. തേ പ്രകോഷ്ഠേ ശയാനാം അംബാം പശ്യന്തി. അവര് ആ മുറിയിൽ കിടക്കുന്ന അമ്മയെ കാണുന്നു. രജീഷഃ വിവേകം നിവേദയതി. രജീഷ് വിവേകിനോട് പറയാണ്. അപ്പൊ ഇത്രയും സീനുകളാണ് അവിടെ വരേണ്ടത്, അഭിനയമാണ് അവിടെ വരേണ്ടത്. ആദ്യം രജീഷ് വന്ന് മറ്റൊരു റൂമിന്റെ വാതില് തുറക്കുന്നു. വാതില് തുറന്ന്
രജീഷിനോടൊപ്പം വിവേകും പത്നിയും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. പത്നി എങ്ങനെയാണ് രജീഷിനെ പിടിച്ചുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് അദ്ദേഹത്തിനെ നടത്തിക്കൊണ്ടുവരികയാണ്. അവര് ആ മുറിയിൽ കിടക്കുന്ന അമ്മയെ കാണുന്നു. രജീഷ് വിവേകിനോട് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് രജീഷ് അവിടെ ഒരു ഡയലോഗ് വരുന്നത്. അപ്പോ രജീഷ് എന്താ പറയുന്നത്? വിവേക ഇയം മാതാ ഏവ തവ പ്രാണദാത്രി. ഈ അമ്മയാണ് നിന്റെ പ്രാണനെ തിരിച്ചു തന്നത്. അമ്മയാണ് നിനക്ക് പ്രാണൻ തന്നത് എന്ന് പറയാണ്. ആരാണ് എനിക്ക് പുനർജന്മം തന്നത് എന്ന് ചോദിച്ചതാണ്. അപ്പൊ ഈ കിടക്കുന്ന അമ്മയാണ് നിനക്ക് പ്രാണനെ തന്നത് എന്ന് പറയുന്നു. വിവേകഃ, ഇനി വീണ്ടും വിവരണത്തിലേക്കാണ് വരുന്നത്. വിവേകഃ പത്നീച്ച താം പശ്യതഃ തൗ ആശ്ചര്യചകിതൗ ഭവതഃ. വിവേകഃ പത്നീച്ച, വിവേകും പത്നിയും അദ്ദേഹത്തിന്റെ ഭാര്യയും താം പശ്യതഃ, താം അംബാം പശ്യതഃ, ആ അമ്മയെ കണ്ടു. തൗ ആശ്ചര്യചകിതൗ ഭവതഃ, അവര് വളരെയധികം അത്ഭുതപ്പെട്ടു പോയി. വിവേകസ്യ മാതാ വിലാസിനിയേവ ശയ്യായാം ശേതെ. വിവേകിന്റെ അമ്മയായിട്ടുള്ള വിലാസിനിയാണ്. അന്ന് സ്വാർത്ഥത കൊണ്ട് അമ്മയെപ്പോലും ഉപേക്ഷിച്ച ആളാണ് അല്ലെ. അങ്ങനെയുള്ള തൻ്റെ അമ്മയാണ് അവിടെ ആ ശയ്യയിൽ, ആ കിടക്കയിൽ കിടക്കുന്നത്. വിവേകസ്യ മാതാ വിലാസിനിയേവ ശയ്യായാം ശേതെ. വിവേകിന്റെ അമ്മയായിട്ടുള്ള വിലാസിനിയാണ് ആ കിടക്കയിൽ കിടക്കുന്നത്. ഷഷ്ടി വയസ്ക സ ആതുരോചിതം വേഷമേവ ധരതി. 60 വയസ്സായിട്ടുള്ള ആ അമ്മ എന്താണ്? ആതുരോചിതം വേഷമേവ ധരതി. രോഗികൾക്ക് ഉചിതമായിട്ടുള്ള, ആതുരഹ എന്ന് പറഞ്ഞാൽ രോഗി എന്നാണ് അർത്ഥം. രോഗികൾക്ക് ഉചിതമായിട്ടുള്ള വേഷമാണ് ധരിച്ചിരിക്കുന്നത്. സമീപേ രജീഷസ്യ മാതാ തിഷ്ഠതി. ഡോക്ടറുടെ അമ്മയും അവിടെ നിൽക്കുന്നുണ്ട്. ഡോക്ടറുടെ അമ്മ രജീഷസ്യ മാതാ ഡോക്ടറുടെ അമ്മയാണ്. ഏഷാ അഭി ഷഷ്ടി വയസ്കായവ, അവർക്കും ഒരു 60 വയസ്സായിട്ടുണ്ട്. ചുരിദാർ ഇതി വേഷം ഉപനേത്രം ച ധരതി. ചുരിദാർ എന്ന വേഷവും ഉപനേത്രം എന്താ? കണ്ണടയും ധരിച്ചിട്ടുണ്ട്. സാ ഏതാൻ ദൃഷ്ട്വ മന്ദം ഹസതി. ഇവരെല്ലാവരെയും കണ്ടിട്ട് വളരെ മന്ദമായിട്ട് ചെറുതായി ഒന്ന് ചിരിച്ചു. രജീഷഃ വിവേകം ഹസ്തേന മാതുഹു സമീപഗമനായ നിർദ്ദിശതി. രജീഷ് വിവേകിനോട് ഹസ്തേന, കൈകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലൂ അങ്ങോട്ട് ചെല്ലൂ എന്ന് കാണിച്ചു. വിവേകഃ പത്നീച്ച മാതരം ഉപസർപ്പത. വിവേകും പത്നിയും അമ്മയുടെ അടുത്തേക്ക് ചെന്നു. വിവേകഃ സ്വമാതരം ദൃഷ്ട്വ അനുതപ്തഃ സൻ വിലപതി. വിവേക അമ്മയെ കണ്ടിട്ട് വളരെയധികം വിഷമത്തോടുകൂടെ കരയാൻ തുടങ്ങി. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ അവിടെ അഭിനയിക്കണം. എന്തൊക്കെയാണ്? ആദ്യം അവിടെ ഇതാണ് നിന്റെ പ്രാണദാത്രി ആയിട്ടുള്ള അമ്മ എന്ന് രജീഷ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് ഇവര് അമ്മയെ നോക്കുന്നത്. നോക്കിയപ്പോൾ അവരാകെ അത്ഭുത സ്തബ്ധരായി. വിവേകിന്റെ അമ്മയാണ് അവിടെ കിടക്കുന്നുണ്ടായിരുന്ന. ഒരു 60 വയസ്സ് പ്രായമുള്ള ആ അമ്മ. രോഗികൾക്ക് അനുചിതമായിട്ടുള്ള വേഷധാരണമാണ് ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത് തന്നെ രജീഷിന്റെ അമ്മ നിന്നിരുന്നു. അവരും ഏകദേശം 60 വയസ്സിനോടടുത്ത് പ്രായമുണ്ട്. ചുരിദാറും കണ്ണടയും വെച്ചിട്ടുണ്ടായിരുന്നു. അവര് ഇവരെ കണ്ടൊന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ രജീഷ് വിവേകിനോട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. അങ്ങനെ വിവേക് അമ്മയുടെ അടുത്ത് പോയി വളരെയധികം വിഷമത്തോടുകൂടെ കരയാൻ തുടങ്ങി. വിവേകഃ, അതിനുശേഷമാണ് അവിടെ ഒരു ഡയലോഗ് വരുന്നത്. അപ്പൊ നോക്കൂ, ഓരോ ഭാഗങ്ങളും മൈന്യൂട്ടായിട്ടുള്ള, അവിടെയുള്ള നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഏത് വേഷം ധരിക്കണം, കൈകൊണ്ട് ആംഗ്യം കാണിക്കേണ്ട കാര്യം, അതൊക്കെയും വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് പറയുന്ന ഒന്നാണ് പടകഥ എന്ന് പറയുന്നത്. അത് സൂചിപ്പിക്കാനാണ് ഇത്രയും വിശദമായിട്ട് ഇവിടെ വിവരണങ്ങൾ എഴുതിയിട്ടുള്ളത്. വിവേകഃ, അംബ എന്ന് അമ്മയെ വിളിക്കുകയാണ് വിവേക്. വിലാസിനി പുത്ര, വിലാസിനി പുത്രനെ തിരിച്ചു വിളിക്കുന്നു. വിവേകഃ മാതുഹു സമീപേ ശയ്യായാം ഉപവിശതി. വിവേക് അമ്മയുടെ അടുത്ത് കിടക്കയിൽ ഇരിക്കുന്നു. മാതാ വിവേകസ്യ ഹസ്തം സ്വഹസ്തേന പരിഗൃഹാതി. അമ്മ വിവേകിന്റെ കയ്യ്
സ്വന്തം കയ്യിലേക്ക് എടുക്കുകയാണ്, കയ്യിൽ പിടിക്കുകയാണ്. മാതൃവാത്സല്യേന തം പുനരപി ആഹ്വയതി. മാതൃവാത്സല്യത്തോടു കൂടെ മകനെ കണ്ടു കഴിഞ്ഞപ്പോൾ മകന് അസുഖം എന്ന് വെച്ചാൽ ഇതൊക്കെ മാറ്റിവെച്ച് അവൻ ആരോഗ്യവാനായി എന്ന് കണ്ടപ്പോൾ അമ്മയുടെ ഒരു സമാധാനം, അതേപോലെ തന്നെ മകനോടുള്ള ആ വാത്സല്യം, അതൊക്കെ കൂടെ വീണ്ടും പുത്ര എന്ന് വിളിക്കുകയാണ്. വിലാസിനി പുത്ര വിവേക അംബ. അവര് ആ ഡയലോഗ് മാത്രമേ അവിടെ വരുന്നുള്ളൂ, പക്ഷെ അവിടെ അഭിനയത്തിനാണ് സാധ്യത കൂടുതൽ. തദാനീം രജീഷസ്യ മാതാ വിവേകം കിഞ്ചിത് സ്മാരയതി. അപ്പോൾ രജീഷിന്റെ അമ്മ വിവേകിനോട് കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. രജീഷസ്യ മാതാ, രജീഷിന്റെ അമ്മയുടെ ഡയലോഗാണ്. വിവേക ത്വയാ വൃദ്ധഭവനെ പരിത്യക്ത ഇയം മാതാ തവ രോഗാവസ്ഥാം വിജ്ഞായ കിയൻ മാത്രം ദുഃഖം അനുഭൂത ജാനാസി കിം. നീ വൃദ്ധഭവനത്തില് കൊണ്ടേ ഉപേക്ഷിച്ച ഇയം മാത, ഈ അമ്മ, നിന്റെ സ്വാർത്ഥത കൊണ്ട് നീ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ അമ്മ, തവ രോഗാവസ്ഥാം വിജ്ഞായ, നിന്റെ ഈ രോഗത്തിന്റെ അവസ്ഥ അറിഞ്ഞിട്ട്, കിയൻ മാത്രം ദുഃഖം അനുഭൂത, എത്രമാത്രം വിഷമിച്ചു എന്നുള്ളത് നിനക്കറിയോ? ജാനാസിക്കും, നിനക്കറിയോ? നിന്റെ അമ്മ നീ കൊണ്ടുപോയി ഉപേക്ഷിച്ചാലും നിന്റെ രോഗാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തൊട്ട് എത്രമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുകയാണ്. ഒരു തിരിച്ചറിവിന്റെ ഡയലോഗാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ തത് പ്രശ്നം ശ്രുത്വ പശ്ചാത്താപ വിവശഃ വിവേകഃ ഹൃദയവേദനയാ ആത്മനാ കൃതം അപരാധം അശ്രുപാദേന നിഗീർണയിതും യതതെ. തത് പ്രശ്നം ശ്രുത്വ, ഈ ചോദ്യം കേട്ടിട്ട്, രജീഷിന്റെ അമ്മയുടെ ഈ ചോദ്യം കേട്ടിട്ട്, പശ്ചാത്താപ വിവശഃ വിവേകഃ, വളരെയധികം പശ്ചാത്താപത്തോടുകൂടെ വിഷമിക്കുന്നവനായിട്ടുള്ള വിവേക്, ഹൃദയവേദനയാ ആത്മനാ കൃതം അപരാധം അശ്രുപാദേന നിഗീർണയിതും യതതെ. സ്വയം ചെയ്ത ആ ഒരു അപരാധം എന്ന് വെച്ചാൽ കുറ്റബോധം കൊണ്ടിങ്ങനെ നീറി താൻ ചെയ്ത തെറ്റിന്റെ ഒരു പ്രായശ്ചിത്തം എന്ന വണ്ണം അശ്രുപാദേന, കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ, അങ്ങനെ കണ്ണുനീരിലൂടെ ആ പശ്ചാത്താപം അറിയിക്കാൻ തുടങ്ങി. വിവേകഃ അംബ മാതൃവാത്സല്യം അനുഭോക്തും അയോഗ്യഃ ഖല്വഹം. അമ്മേ, എൻ്റെ അമ്മയുടെ വാത്സല്യം അനുഭവിക്കാൻ ഞാൻ യോഗ്യനല്ലല്ലോ, എന്നുവെച്ചാൽ യോഗ്യനാവുന്നില്ലല്ലോ. ഞാൻ അമ്മയെ ഉപേക്ഷിച്ചു, എന്നിട്ടും അമ്മ എനിക്ക് വേണ്ടി, അമ്മയുടെ ആരോഗ്യമെല്ലാം മറന്ന് എനിക്ക് വേണ്ടി അമ്മ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അമ്മയുടെ ഈ വാത്സല്യം അനുഭവിക്കാൻ ഞാൻ അയോഗ്യനാണല്ലോ എന്ന് പറയാണ്, വളരെ വിഷമത്തോടു കൂടി പറയാണ്. മാതാ തം അംബ മാതൃവാത്സല്യം അനുഭോക്തും അയോഗ്യഃ ഖല്വഹം എന്ന്. മാതാ തം ആശ്വാസയതി, അമ്മ അവനെ ആശ്വസിപ്പിക്കുകയാണ്. തം സ്നേഹേന വാത്സല്യേന അനുനയതി, അവനെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവനെ അനുനയിക്കുന്നു, അവനെ ചേർത്ത് പിടിക്കുന്നു. വിലാസിനി പുത്ര എന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ സീന്. ബാക്കിയുള്ളതെല്ലാം വിവരണങ്ങളാണ്. ഇനി എന്താ ഉണ്ടായത് നോക്കൂ. മാതാപുത്രയോഹോ അഭിജ്ഞാന നിർഭരം ദൃശ്യം ദൃഷ്ട്വാ സന്തുഷ്ടഃ രജീഷഃ മന്ദം ഹസതി. അമ്മയുടെയും പുത്രന്റെയും, അമ്മയുടെയും മകന്റെയും അഭിജ്ഞാന നിർഭരം, തിരിച്ചറിവോട് കൂടിയിട്ടുള്ള ദൃശ്യം ദൃഷ്ട്വ, ആ താൻ ചെയ്ത തെറ്റ് സ്വയം മനസ്സിലാക്കുന്ന മകനും, അതുപോലെ മകനെ രക്ഷപ്പെടുത്തി എന്ന ആ ഒരു ആത്മസംതൃപ്തിയോടെ നിൽക്കുന്ന അമ്മയും, അങ്ങനെ ആ ഒരു തിരിച്ചറിവോടുകൂടി നിൽക്കുന്ന അമ്മയുടെയും മകന്റെയും ആ ഒരു ദൃശ്യം ദൃഷ്ട്വ കണ്ടിട്ട്, സന്തുഷ്ടഃ രജീഷഃ മന്ദം ഹസതി, വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന, അത് കണ്ട് സന്തുഷ്ടനായിട്ട് രജീഷ് വളരെ സന്തോഷത്തോടു കൂടെ മന്ദം ഹസതി, ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നു. സഹ സ്വമാതുഹു സമീപം ചലതി, രജീഷ് തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. വിവേകസ്യ പത്നി വിലാസിന്യാഹ സമീപം ഗച്ഛതി, വിവേകിന്റെ ഭാര്യ വിവേകിന്റെ അമ്മയായിട്ടുള്ള വിലാസിനിയുടെ അടുത്തേക്ക് പോകുന്നു. സർവേ സാനന്ദം തിഷ്ഠതി, എല്ലാവരും ആനന്ദത്തോടുകൂടെ നിൽക്കുന്നു. സമാപ്തം. ഇത്രയാണ്, ഈ ഒരു ഭാഗമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതിൽ പറഞ്ഞ ഒരു റൂമിൽ വെച്ച് ചെയ്യുന്ന ഒരു സീനാണത് അല്ലെ. ആ റൂമില് കരൾ രോഗത്തിന് കരൾ പകുത്തു കൊടുത്ത്
ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരമ്മ അവിടെ ആ കിടക്കയിൽ കിടക്കുന്നു. ആ റൂമിലേക്ക് ഡോക്ടറും വിവേകും ഭാര്യയും ആയിട്ട് കടന്നു ചെല്ലുന്നു. അവിടെ രജീഷിന്റെ അമ്മ ഈ അമ്മയുടെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വിവേകിനോട് രജീഷ് പറയാണ്, ഇതാണ് നിന്റെ ജീവൻ രക്ഷിച്ച അമ്മ, ഇതാണെന്ന് പറയുന്നു. അങ്ങനെ ആ അമ്മയെ ഇവർ രണ്ടാളും, വിവേകും പത്നിയും കൂടെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് തൻ്റെ മാതാവാണ്. ഞാൻ അവിടെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ച എൻ്റെ അമ്മയാണ് എന്നെ രക്ഷിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അമ്മയുടെ അടുത്ത് ചെന്നിരിക്കുന്നു. അമ്മ വാത്സല്യത്തോടെ മകനെ തഴുകുന്നു. അതിനുശേഷം രജീഷിന്റെ അമ്മ പറയാണ്, നീ വൃദ്ധസദനത്തിൽ കൊണ്ട് ഉപേക്ഷിച്ച ഈ അമ്മയാണ് അമ്മ. നിന്റെ അസുഖവിവരം അറിഞ്ഞപ്പോൾ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ, അത് നിനക്കറിയോ എന്ന് ചോദിച്ച ആ ചോദ്യം കേട്ടിട്ട് വളരെയധികം വിഷമത്തോടുകൂടെ കണ്ണീരോടുകൂടെ അദ്ദേഹം പശ്ചാത്താപ വിവശനായിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അമ്മയുടെ ഈ വാത്സല്യം അനുഭവിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ, ഞാൻ അയോഗ്യനാണല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഒന്നുകൂടെ മകനെ ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ പരസ്പരം അറിഞ്ഞുള്ള തിരിച്ചറിവുകളുടെ ആ ഒരു നിമിഷം എല്ലാവരും ആസ്വദിക്കുന്നു. സന്തുഷ്ടമായിട്ട് രജീഷ് അത് കണ്ടു ചിരിക്കുന്നു, അമ്മയോടുകൂടെ ചേർന്ന് നിൽക്കുന്നു. വിവേകും വിലാസിനിയും അതേപോലെ വിവേകിന്റെ പത്നിയും ഒരുമിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ആ ദൃശ്യം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു 4-5 ഡയലോഗുകളേ ഉള്ളൂ, കൂടുതലും വിവരണങ്ങളാണ്. ഇത് ചെയ്തു വരുമ്പോഴും ഏകദേശം ഒരു 2-3 മിനിറ്റുകൾക്ക് 3 മാക്സിമം 5 മിനിറ്റിനുള്ള ഒരു സീനാണ് ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിന്റെ പുറകിലുള്ള ഇത്രയും വിവരണങ്ങൾ, അതാണ് ഒരു പടകഥ എന്ന് പറഞ്ഞാൽ. അവിടെ ചെയ്യേണ്ടുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും വിശദമായി എഴുതി വയ്ക്കുന്നതിനെയാണ് തിരക്കഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് തിരക്കഥ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതുപോലെ ആണ് തിരക്കഥ എഴുതേണ്ടത്. നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ആശയം വരുന്നുണ്ടെങ്കിൽ അത് ചിത്രീകരിക്കണമെങ്കിൽ ആ ചിത്രീകരിക്കുന്നതിന് മുൻപ് ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അതിൽ ശ്രദ്ധിക്കേണ്ട. അത് ഒരു സീനായിട്ട് വരുന്ന സമയത്ത് എങ്ങനെ ആയിരിക്കണം എന്ന് ആദ്യം തന്നെ മനസ്സിൽ കുറിച്ചിടുകയും അതിനനുസരിച്ച് എഴുതി വെക്കുകയും ചെയ്യണം. ഓരോരുത്തരും എങ്ങനെ വേണം, അവരുടെ വേഷം ഇന്നതായിരിക്കണം, അവർ ഏതൊക്കെ ഭാഗത്ത് നിന്ന്, റൈറ്റിൽ നിന്ന് വരണോ ലെഫ്റ്റിൽ നിന്ന് വരണോ, അങ്ങനെയൊക്കെയുള്ള വിശദമായിട്ടുള്ള വിവരണങ്ങൾ എഴുതി വെക്കണം. അതിനെയാണ് പടകഥ എന്ന് പറയുന്നത്. പദച്ഛേദഃ ഇത്യസ്മാത്, ഇതി അധികം അസ്മാത്, ഇത്യസ്മാത് സ്വമാതരമപി, സ്വമാതരം അധികം അപി, പുനരപി പുനഃ അധികം അപി, ഖൽവഹം ഖലു അധികം അഹം, വിഗ്രഹഃ ആശ്ചര്യചകിതൗ ആശ്ചര്യേണ ചകിതഃ തൗ ആശ്ചര്യചകിതൗ, മാതൃവാത്സല്യേന മാതുഃ വാത്സല്യം തേന, സ്വഹസ്തേന സ്വസ്യ ഹസ്തഃ തേന സ്വഹസ്തേന, മാതാപുത്രയോഃ മാതാ ച പുത്രഃ ച മാതാപുത്രൗ തയോഃ മാതാപുത്രയോഃ, അയോഗ്യഃ ന യോഗ്യഃ. അപ്പൊ നമ്മൾ പാഠം മുഴുവനായിട്ടും പഠിച്ചു കഴിഞ്ഞു. അതിൽ പദച്ഛേദവും വിഗ്രഹവും ഒക്കെ കണ്ടു കഴിഞ്ഞു. ഈ നിങ്ങൾക്കറിയാം, നമ്മുടെ സംസ്കൃത ചലച്ചിത്രങ്ങളിൽ ആദ്യം വന്നിട്ടുള്ള സിനിമ ഏതാണ്? ശങ്കരാചാര്യരാണ്. അതേ തുടർന്ന് തന്നെ അനുരക്തി, പ്രിയമാനസം, ഇഷ്ടി മുതലായിട്ടുള്ള ധാരാളം സംസ്കൃത ചലച്ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതൊക്കെയും ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്കൃതത്തിൽ ഒട്ടേറെ ഷോർട്ട് ഫിലിമുകളും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് യൂട്യൂബ് ലിങ്കുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ രുദ്ര ക്രിയേഷൻസിന്റെ തന്നെ സംസ്കൃത ഷോർട്ട് ഫിലിമുകൾ ഒരു 10ഓളം എണ്ണം ചെയ്തിട്ടുണ്ട് രുദ്ര ക്രിയേഷൻസ്. അപ്പോൾ ആ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ രുദ്ര ക്രിയേഷൻസ് എന്ന ചാനൽ സന്ദർശിച്ചാൽ മതിയാകും. അതിൻ്റെ ലിങ്ക് ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതും കൂടെ കാണാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. സാമ്പ്രതികേ കാലേ മാനവികതായാഃ ച്യുതിഃ സംഭവതി വാ ഇതി ചർച്ചാം കരോതു. സാമ്പ്രതികേ കാലേ, ഇന്നത്തെ കാലത്ത് മാനവികതായാഃ ച്യുതിഃ സംഭവതി വാ,
മാനവികതയ്ക്ക്, മനുഷ്യത്വത്തിന് ച്യുതിഹി കുറവ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനൊരു ശോഷണം സംഭവിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചർച്ച നടത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലാസ്സിൽ നമ്മളൊന്ന് ചർച്ച ചെയ്യാം. എന്താണ് മനുഷ്യത്വം, മനുഷ്യത്വം ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇതിൽ നമ്മുടെ ഈ പാഠഭാഗത്തിൽ എന്താണ് കണ്ടത്? ആ ഒരു അമ്മ മകന് വേണ്ടി തൻ്റെ ശരീരഭാഗം മുറിച്ച് നൽകുന്നതാണ്. അവിടെ ആ ഒരു മനുഷ്യനെ രക്ഷിക്കാനുള്ള ആ അമ്മയുടെ ഉള്ളിലെ മനുഷ്യത്വം ആണ് അവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കാണാനിടയായി, ഒരാള് വയ്യാണ്ട് കിടക്കുന്നു. അപ്പൊ ആംബുലൻസ് വിളിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് CPR കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആംബുലൻസ് വിളിച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ആംബുലൻസ് വന്നതെന്ന് പറയുന്നുണ്ട്. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാൻ നമ്മുടെ കയ്യിൽ വാഹനങ്ങളുള്ള ഒരു സ്ഥിതിക്ക് ആംബുലൻസ് വരാൻ കാത്തു നിന്നത് എന്താണ് എന്നൊരു ചോദ്യമാണ് ആ വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്. അത്തരം വേണ്ട രീതിയിൽ വിവേകത്തോടുകൂടെ പെരുമാറാൻ പല ആൾക്കാരും മടിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിന്റെ വാല്യൂ എന്താണ്, അത് എത്രത്തോളം ജനങ്ങളിലുണ്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് എല്ലാവരുമായി ഇരുന്ന് നിങ്ങളൊരു ചർച്ച നടത്തുക എന്നതാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനം. 2, സഹജീവി സ്നേഹ ഇത്യസ്മിൻ വിഷയെ സംഘശഃ പ്രഭാഷണമേകം അവതാരയതു. ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റിയാണത്. സഹജീവി സ്നേഹം, നമ്മളുടെ സഹജീവികളായിട്ട് നമ്മളെ പോലെയുള്ള ജീവികളോടുള്ള സ്നേഹം എന്ന വിഷയത്തിൽ, സഹജീവി സ്നേഹം എന്ന വിഷയത്തിൽ സംഘമായിരുന്നു എന്ന് ചർച്ച ചെയ്ത് ഒരു പ്രഭാഷണം, ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് സഹജീവി സ്നേഹം, അമ്മ മകനോട് കാണിച്ചിട്ടുള്ളത്, സഹജീവികളാണ് അവര് അല്ലെ, അവിടെ ഒരു സഹജീവി സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ സഹജീവി സ്നേഹം കാണിക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ഓരോ സന്ദർഭങ്ങളും എടുത്ത് ഒന്ന് ചർച്ച ചെയ്യുക, ഒരു പ്രഭാഷണം തയ്യാറാക്കുക. അടുത്തത് സംസ്കൃത ഹ്രസ്വചിത്രാണി ചലച്ചിത്രാണി ച വിലോക്യ പടകഥായാഹ വിശേഷത കാ ഇതി സംവാദം ചാലയതു. അതും ഒരു ചർച്ച തന്നെയാണ് ചെയ്യേണ്ടത്. സംസ്കൃത ഹ്രസ്വചിത്രങ്ങൾ, അതേപോലെ തന്നെ സംസ്കൃതം ഷോർട്ട് ഫിലിംസും സംസ്കൃതം ഫിലിംസും, അങ്ങനെയുള്ള ആ 2 എണ്ണവും കണ്ടിട്ട് ആ പടകഥ എന്നതിൻ്റെ സ്ക്രിപ്റ്റിന്റെ പ്രാധാന്യം എന്താണ്, അതിന്റെ വിശേഷത എന്താണ്, എന്തൊക്കെയാണ് സ്ക്രിപ്റ്റിൽ വേണ്ടത് എന്നൊക്കെയുള്ള നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചു അല്ലെ. എന്താണ് സ്ക്രിപ്റ്റിൽ വേണ്ടി വരിക? വിവരണം വേണം, അതേപോലെ തന്നെ സംഭാഷണവും വേണം. അതുപോലെ അത്രയും വിശദമായിട്ട് വിവരണങ്ങൾ തരണം. അങ്ങനെയൊക്കെയുള്ള പടകഥയുടെ വിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് ചർച്ച ചെയ്യാം. അതുപോലെ അടുത്ത പ്രവർത്തനമാണ് അനുകമ്പ, പരസ്പരാശ്രയത്വം, വാത്സല്യം ഇത്യാദി വിഷയേഷു പടകഥാം വിരചയ്യ അവതാരയതു. അനുകമ്പ എന്ന് പറഞ്ഞാൽ കാരുണ്യം, മറ്റുള്ളവരോട് തോന്നുന്ന ആ ഒരു എന്താ പറയാ കാരുണ്യം, ഒരു അവരുടെ വിഷമം നമ്മൾ തിരിച്ചറിയുന്ന ആ ഒരു സംഭവം. പിന്നെ പരസ്പരാശ്രയത്വം, അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കുന്നത്, ഒരാൾ താങ്ങായി നിൽക്കുന്നത്. വാത്സല്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, അമ്മയുടെ വാത്സല്യം പോലെ എന്തിനോടുമുള്ള ആ ഒരു വാത്സല്യം. ഈ വിഷയങ്ങളിലൊക്കെ ഓരോ ആശയങ്ങൾ മനസ്സിൽ ആലോചിച്ച് ഉണ്ടാക്കി അതിനെ കൊണ്ട് ആ ആശയങ്ങളെ ഒരു പടകഥയായിട്ട് എഴുതി അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പ്രവർത്തനം ഉദാഹരണാനുസാരം വാക്യം പരിവർത്തയതു. ഷാജി പുസ്തകശാലാം ഗച്ഛതി, സഹ പുസ്തകം പഠിഷ്യതി. ഷാജി പുസ്തകശാലയിലേക്ക് പോകുന്നു, സഹ പുസ്തകം പഠിഷ്യതി, അവൻ പുസ്തകം പഠിക്കും എന്നുള്ളത് ഭാവികാലാണ് അല്ലെ. അപ്പോൾ എന്തിനാണ് ഷാജി പോണത്? ഷാജി പുസ്തകം പഠിക്കാനായിട്ട് പുസ്തകശാലയിലേക്ക് പോകുന്നു. അതാണ് ആ ഒരു സെന്റൻസ്. അതിനെ അങ്ങനെ ഒരു സെന്റൻസ് ആക്കുന്നതാണ് ഇവിടെ പ്രവർത്തനം. 2 സെന്റൻസുകളെ ഒറ്റൊന്നാക്കുന്നു. എങ്ങനെയാണ് അത് ആക്കുന്നത് നോക്കൂ. ഷാജി പുസ്തകം പഠിത്തും, ഷാജി പുസ്തകം പഠിക്കാനായിട്ട് പുസ്തകശാലാം ഗച്ഛതി, പുസ്തകശാലയിലേക്ക് പോകുന്നു. ഇവിടെ പഠിത്തും എന്ന് തുമുന്നന്തമാണ് വന്നത്. അനാമിക ക്രീഡാങ്കണം ഗച്ഛതി, സാ ക്രീഡിഷ്യതി. അനാമിക ക്രീഡിതും ക്രീഡാങ്കണം ഗച്ഛതി എന്നാണ് ഉത്തരം വരിക. മീനാക്ഷി പരീക്ഷാം ലിഖതി, സാ അധ്യാപിക ഭവിഷ്യതി. മീനാക്ഷി അധ്യാപിക ഭവിതും പരീക്ഷാം ലിഖതി എന്നാണ് വരിക.
അതുലഹ വാഹനം സ്ഥഗയതി സഹ മാർഗവിഘ്നം നിവാരയിഷ്യതി. അതുലഹ മാർഗവിഘ്നം നിവാരയിതും വാഹനം സ്ഥഗയതി. റഹമത്ത് കഥാം രചയതി സാ ധനം സമ്പാദയിഷ്യതി. റഹമത്ത് ധനം സമ്പാദയിതും കഥാം രചയതി. ബാലകഃ രോദിതി സഹ ദുഗ്ധം പ്രാപ്സ്യതി. ബാലകഃ ദുഗ്ധം പ്രാപ്തും രോദിതി. ഇങ്ങനെയാണ് അതിനെ മാറ്റി തുമുന്നന്തമാക്കി എഴുതേണ്ടത്. അടുത്തത് സംബോധന പദാനി ചിത്വ ടിപ്പണി പുസ്തകയെ ലിഖതു. നിങ്ങൾ താഴെയുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ സംബോധന പദം എന്താണെന്നുള്ളത്. ഒരാളെ വിളിക്കുന്നതാണ് സംബോധന. അപ്പോൾ അങ്ങനെയുള്ള സംബോധന പദങ്ങള് തെരഞ്ഞെടുത്ത് എഴുതാനാണ്, പാഠഭാഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതാനാണ്. വളരെ എളുപ്പമാണ് നമുക്കത് ചെയ്യാൻ, വളരെ എളുപ്പമുള്ള പ്രവർത്തനമാണത്. അടുത്തത് അധോദത്താം പട്ടികാം ചലച്ചിത്ര നിർദ്ദേശകയോഹോ നാമാനി ഉപയുജ്യ പൂരയതു. താഴെ കൊടുത്തിട്ടുള്ള പട്ടിക ചലച്ചിത്ര നിർദ്ദേശകയോഹോ, ചലച്ചിത്രം ആര് അത് നിർമ്മാണം നടത്തി എന്നത് ചേർത്തെഴുതാം, ചേരുംപടി ചേർത്തെഴുതുന്ന രീതിയിൽ അല്ലെങ്കിൽ ചേർത്തെഴുതുന്ന ഒരു പ്രവർത്തനമാണ് പറഞ്ഞിട്ടുള്ളത്. ചലച്ചിത്രസ്യ നാമ നിർദ്ദേശകസ്യ നാമ. ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദിശങ്കരാചാര്യ GV അയ്യർ. അതോടൊപ്പം തന്നെ ആ പ്രവർത്തനത്തിന്റെ ബ്രാക്കറ്റിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? പൂരണായ അധോദത്തം അധിക വാചനാംശമപി സ്വീകരണീയം അല്ലെ. അപ്പോ ഇത് പൂരിപ്പിക്കാനായിട്ട് നമ്മൾ അധിക വാചനാംശം വായിക്കാം. നമുക്ക് അതിലേക്ക് പോവാം. അധിക വാചനാംശ സംസ്കൃത ചലച്ചിത്ര ഇതിഹാസഃ. ഭാരതീയ ചലച്ചിത്ര വ്യവസായസ്യ കശ്ചന ഭാഗ ഏവ ഭവതി സംസ്കൃത ചലച്ചിത്ര മണ്ഡലം. ഭാരതീയ സിനിമാ വ്യവസായ രംഗത്തിന്റെ ഒരു ഭാഗമാണ് എന്ത്? സംസ്കൃത ചലച്ചിത്ര മണ്ഡലം. യദ്യപി സംസ്കൃത സാഹിത്യ ഇതിഹാസസ്യ മഹതീ പൗരാണികതാ വർത്തത്തെ തഥാപി സംസ്കൃത ചലച്ചിത്ര ഇതിഹാസസ്യ ഉദയഃ 380-900 സാമാന്യാബ്ദാത് ഏവ അഭവത്. സംസ്കൃത സാഹിത്യ ഇതിഹാസത്തിന് ഒരുപാട് വളരെ മഹത്തായിട്ടുള്ള പൗരാണികമായിട്ടുള്ളതാണ് സംസ്കൃത സാഹിത്യ ഇതിഹാസങ്ങളെല്ലാം. എങ്കിലും സംസ്കൃത ചലച്ചിത്ര ഇതിഹാസസ്യ ആരംഭ. സംസ്കൃത ചലച്ചിത്രം സാഹിത്യം പഴയതാണെങ്കിലും കുറെ പൗരാണികമാണെങ്കിലും ആ ചലച്ചിത്ര ഇതിഹാസം എന്നത് 1983 തുടങ്ങിയത് എന്നാണ് പറയുന്നത്. ഭാസ കാളിദാസാദീനാം പടകഥാസദൃശാനി നാടകാനി പ്രസിദ്ധാനി. ഭാസൻ, കാളിദാസൻ മുതലായ മഹത് വ്യക്തിത്വങ്ങളുടെ പടകഥാസദൃശാനി തിരക്കഥയ്ക്ക് സദൃശമായിട്ടുള്ള നാടകാനി പ്രസിദ്ധാനി, നാടകങ്ങള് പ്രസിദ്ധങ്ങളാണ്. കിന്തു സംസ്കൃത ചലച്ചിത്രമിതി സങ്കല്പസ്യ സാഫല്യം നിർവർണയിതും തദാ ഏവ ശക്തമഭവത് യഥാ GV അയ്യർ മഹോദയ കൃതം ആദിശങ്കരാചാര്യ നാമകം ചലച്ചിത്രം ലോകാർപ്പിതം അഭവത്. എന്നാലും സംസ്കൃത ചലച്ചിത്രമിതി സങ്കല്പസ്യ സാഫല്യം നിർവർണയിതും, സംസ്കൃത ചലച്ചിത്രം, സംസ്കൃതം സിനിമ എന്ന ഒരു സങ്കല്പത്തിന് ഫലവത്താക്കാനായിട്ട് ഏതാണ് ശക്തമായത് എന്നാണ് പറയുന്നത്. അതായത് ആദ്യമായിട്ടുള്ള സംസ്കൃത ചലച്ചിത്രമായിട്ടുള്ള GV അയ്യർ എഴുതിയിട്ടുള്ള ശങ്കരാചാര്യർ, ആദിശങ്കരാചാര്യർ എന്ന പേരായിട്ടുള്ള, ആദിശങ്കരാചാര്യ എന്ന പേരായിട്ടുള്ള സിനിമയാണ് ഏറ്റവും ആദ്യം സംസ്കൃത ചലച്ചിത്രം എന്ന ഒരു സങ്കല്പത്തിലേക്ക് ഫലവത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. കന്നഡ ചലച്ചിത്രസ്യ പിതാമഹ ഇത്യഭിധീയമാനഃ GV അയ്യർ മഹോദയഃ 380-900 വർഷേ ശങ്കരാചാര്യസ്യ ജീവനകഥായാः ചലച്ചിത്രഭാഷ്യം അകരോത്. കന്നഡ ചലച്ചിത്രത്തിന്റെ പിതാമഹനായിട്ടുള്ള, മുത്തശ്ശൻ എന്ന് അറിയപ്പെടുന്ന, ഇത്യഭിധീയമാനഃ എന്നറിയപ്പെടുന്ന GV അയ്യർ മഹോദയ, GV അയ്യർ എന്ന വ്യക്തിത്വം 1983 ശങ്കരാചാര്യരുടെ ജീവിതകഥയെ
കഥയായിട്ടുള്ള ആദിശങ്കരാചാര്യ എന്ന പേരിൽ ചലച്ചിത്ര ഭാഷ്യം അകരോത്, ചലച്ചിത്രം ചെയ്തു. തസ്മാദാരഭ്യതേ സംസ്കൃത ചലച്ചിത്രസ്യ ഇതിഹാസ. അവിടുന്ന് മുതൽക്കാണ് 1983 മുതൽക്കാണ് സംസ്കൃത ചലച്ചിത്രം എന്ന ഒരു സങ്കല്പം നമ്മുടെ ലോകത്തുണ്ടായത്. തസ്മിൻ വർഷേ ഉത്തമ ചലച്ചിത്രം, ഉത്തമാ പടകഥ, ഉത്തമം ഛായാഗ്രഹണം, ഉത്തമാ ജീവിത കഥ ഇത്യാദി 4 പുരസ്കാരः അനേന ചലച്ചിത്രേണ അവാപ്തः. ഈ ആദിശങ്കരാചാര്യർ എന്നുള്ള സിനിമയ്ക്ക് ആ വർഷത്തെ ഉത്തമ ചലച്ചിത്ര പുരസ്കാരവും ഉത്തമ പടകഥ തിരക്കഥ പുരസ്കാരവും ഉത്തമ ഛായാഗ്രഹണ പുരസ്കാരവും ഉത്തമ ജീവിത കഥ എന്നീ പുരസ്കാരങ്ങളെല്ലാം, ഈ 4 പുരസ്കാരങ്ങളും ഈ GV അയ്യരുടെ ആദിശങ്കരാചാര്യർ എന്ന സിനിമയ്ക്കാണ് ലഭിച്ചത്. സംസ്കൃത പ്രേമിണാം കൃതേ അയം അഭിമാനസ്യ വിഷയഃ. സംസ്കൃത പ്രേമികളായിട്ടുള്ളവർക്ക് ഇത് ഒരു അഭിമാനത്തിന്റെ നിമിഷം തന്നെയാണ്. ദ്വിതീയ ചലച്ചിത്രമപി 390,900 വർഷേ. 390,900 എന്ന് പറഞ്ഞാൽ 1993. രണ്ടാമത്തെ ചലച്ചിത്രം 1993 അയ്യർ മഹോദയനേവ നിർദ്ദേശിതം. അയ്യർ തന്നെയാണ്, GV അയ്യർ തന്നെയാണ് അത് ചെയ്തത്. അദ്ദേഹത്തിന്റെ സിനിമ തന്നെയാണ്. അതിന്റെ പേര് ഭഗവത്ഗീത ഇത്യാസീതസ്യ നാമ. ഭഗവത്ഗീത എന്നാണ് അതിന്റെ പേര്. ഇതമപി ഉത്തമ ചലച്ചിത്ര പുരസ്കാരേണ പുരസ്കൃതം അഭവത്. ഇതും ഉത്തമ ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. തതഃ പശ്ചാത്, അതിനുശേഷം സംസ്കൃത ചലച്ചിത്ര രംഗം അസ്തം ഗത ഇതി സർവേഹി നിശ്ചിതം. സംസ്കൃത ചലച്ചിത്രം എല്ലാം കഴിഞ്ഞു, ഇനി അത് അസ്തമിച്ചു എന്നെല്ലാവരും നിശ്ചയിച്ചു. പശ്ചാദാഗതൈഹി സംസ്കൃതജ്ഞൈഹി സംസ്കൃതജ്ഞൈഹി ചലച്ചിത്ര കാവ്യസ്യ സൃഷ്ടൗ താവതീ മതിഹി ന ദത്ത. വേണ്ടത്ര ശ്രദ്ധ അതിൽ കൊടുത്തിട്ടില്ല. ആര്? പിന്നീട് വന്നിട്ടുള്ള സംസ്കൃത പണ്ഡിതരൊന്നും ഈ സംസ്കൃത സിനിമ എന്നതിനോട് അത്ര അധികം ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. 22 വർഷേഭ്യഃ പശ്ചാത്, 22 വർഷങ്ങൾക്ക് ശേഷം ഭാരതസ്യ ദക്ഷിണ ഭാഗാത്, ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗത്ത് നിന്നും കേരള രാജ്യാദേവ, കേരളത്തിൽ നിന്നും സംസ്കൃത ചലച്ചിത്ര മണ്ഡലസ്യ നവീനം ജാഗരണം സംവൃത്തം. സംസ്കൃത ചലച്ചിത്രത്തിന്, സംസ്കൃതം സിനിമയ്ക്ക് പുതിയൊരു വഴി തുറന്നു കാട്ടി. 15-2000 വർഷേ 2015 വിനോദ് മങ്കര നാമകേന നിദേശകേന പ്രിയമാനസം ഇതി തൃതീയം സംസ്കൃത ചലച്ചിത്രം ലോകായ സമർപ്പിതം. 2015 വിനോദ് മങ്കര എന്നയാള് പ്രിയമാനസം എന്ന പേരായിട്ടുള്ള തൃതീയം സംസ്കൃത ചലച്ചിത്രം ലോകായ സമർപ്പിതം. ആദ്യത്തേത് ഏതാണ്? ആദിശങ്കരാചാര്യ. 2 ഭഗവത്ഗീത. മൂന്നാമത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നതാണ്. വിനോദ് മങ്കര എഴുതിയിട്ടുള്ള വിനോദ് മങ്കരയുടെ പ്രിയമാനസം എന്ന സിനിമയാണ്. അടുത്തത് തദനു പ്രതിവർഷം, അതിനുശേഷം പ്രതിവർഷം സംസ്കൃത ചലച്ചിത്രാണി പ്രകാശ്യമാനാനി സന്തീതി സന്തോഷസ്യ വിഷയഃ. പ്രതിവർഷം, വർഷം തോറും ഓരോ സംസ്കൃത ചിത്രങ്ങൾ വന്നിരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷത്തിന്റെ വിഷയമാണ്. വിശിഷ്യ കേരള രാജ്യാത് സംസ്കൃത ക്ഷേത്രേ നൂതനാഹ ഏതാദൃശാഹ ആവിഷ്കാരാഹ ബഹിരായാന്തി ഇതി അഭിമാനസ്യ അവസരഃ. വിശേഷിച്ചും നമ്മുടെ കേരളത്തിൽ നിന്ന് സംസ്കൃത സിനിമാ മേഖലയിലേക്ക് ധാരാളം പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ, സിനിമാവിഷ്കാരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്, സംസ്കൃത മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളത് അഭിമാനിക്കാനുള്ള വിഷയമാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആ പാഠത്തില് ആ കോളം ഒന്ന് ഫില്ല് ചെയ്യാം. അധിക വാചനാംശത്തിൽ പറഞ്ഞതുപോലെ ആദ്യത്തെ ഏതാണ് സംസ്കൃത സിനിമ? ആദ്യത്തെ സംസ്കൃത സിനിമ GV അയ്യർ എഴുതിയിട്ടുള്ള ആദിശങ്കരാചാര്യ അല്ലെ, അതിവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി GV അയ്യർ എഴുതിയ രണ്ടാമത്തെ സിനിമ, GV അയ്യരുടെ രണ്ടാമത്തെ സിനിമ ഏതാണ്? ഭഗവത്ഗീതയാണ്. അടുത്തത് പ്രിയമാനസം. പ്രിയമാനസം ആരാണ് എഴുതിയത്? ഇപ്പോ പറഞ്ഞല്ലോ, പ്രിയമാനസത്തിന്റെ വിനോദ് മങ്കരയാണ്. ഇപ്പൊ നമ്മൾ അധിക വാചനാംശത്തിൽ കണ്ടു.
ഇനി ജി പ്രഭ, അത് ഇവിടെ കൊടുത്തിട്ടില്ല. ജി പ്രഭയുടേത് ഇഷ്ടിയാണ്. അനുരക്തി എന്നത് അശോകൻ വി.കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ പട്ടികയിൽ ഫില്ല് ചെയ്യാനുള്ളത്. ഇനിയും സംസ്കൃത സിനിമകളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത് ഈ രുദ്ര ചാനലിലൂടെയും രുദ്ര ക്രിയേഷൻസ് എന്ന ചാനലിലൂടെയും മറ്റു യൂട്യൂബ് ചാനലുകളിലൂടെയും നിങ്ങൾക്ക് സംസ്കൃത സിനിമകളും സംസ്കൃതം ടെലിഫിലിമുകൾ ഷോർട്ട് ഫിലിമുകളും എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാണുകയും എന്താണ് പടകഥ എന്നുള്ളത് പ്രത്യേകം ഒരു ശ്രദ്ധയോടുകൂടെ ആ സിനിമകൾ കാണുകയും അത് മനസ്സിലാക്കുകയും ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. വന്ദേ സംസ്കൃത മാതരം.